എൻ്റെ അറിവ് ശരി. അപ്പം ഞാനും രാഹുൽ ഈശ്വരും ഷിയാസ് കരീമിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. ഷിയാസ് കരീമിൻ്റെ വക്കീലുമായിട്ട് ഇന്ന് സംസാരിച്ചു. അറിയാൻ പറ്റിയത് ഈ പറയുന്ന സ്ത്രീയും ഷിയാസ് കരീമിൻ്റെ ഫാമിലിയായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. അവർ തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഇതാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു സൈഡിലുള്ള ഓഡിയോ മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. ഇതിനൊക്കെ മറുപടി ഓഡിയോകളുണ്ട്, അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മളുടെ ഇപ്പോൾ എനിക്കൊന്നും അതെടുത്ത് സോഷ്യൽ മീഡിയ ഇടാനുള്ള ഒരു തൊലിക്കെട്ടിയില്ല. ഇതിനൊക്കെ മറുപടി ഓഡിയോസ് ഉണ്ട്. ഷിയാസ് അയച്ച ഓഡിയോക്കെല്ലാം അവർ മറുപടി അയച്ചിട്ടുണ്ട്. ആ മറുപടി ഓഡിയോസൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പാളിച്ച വരുമ്പം പിന്നെ അതിൻ്റെ ലൈംഗിക ആരോപണമായി മാറ്റി ഒരാളെ പെടുത്തുക എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള സംഭവമാണ്. അവർ തമ്മിൽ തന്നെ പറഞ്ഞു തീർക്കാൻ വരുന്ന കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് വെറുതെ നമ്മുടെ കോടതിയുടെയും പോലീസിൻ്റെയും വിലപ്പെട്ട സമയമാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ വേറൊരാളുടെ ഇതുപോലെ വ്യാജമായ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ലോ സിസ്റ്റം എന്തോരം പൈസയാണ് ഇതിൻ്റെ പുറത്ത് നഷ്ടമെന്നറിയാവും. പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, ഇയാളെ നോക്കാൻ പോകുന്നത്, ഇയാളെ കൊണ്ടുവരാൻ പോകുന്നത്, ഇയാളെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നത്, മറ്റൊന്നും മറിച്ചെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് ആഘോഷം. ഇതിൻ്റെ തലവേദന മുഴുവൻ ഇവർക്കാണ്. അപ്പം അനാവശ്യമായി ഇതുപോലെ നമ്മളുടെ തന്നെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഇതുപോലുള്ള കേസുകളാണ്. ഇതിനകത്ത് നമ്മൾ ഷിയാസിൻ്റെ ഭാഗത്തുമല്ല, ഇര എന്ന് പറയപ്പെടുന്ന അവരുടെ ഭാഗത്ത്. കാരണം ഇതിൻ്റെ അകത്ത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലായിരുന്നു. ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോൾ ഉണ്ടായ കേസാണ്. അത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഷിയാസിൻ്റെ ഒരു കാര്യത്തിൽ ഷിയാസിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യണം. ഷിയാസ് ഇതുവരെ ഷിയാസിൻ്റെ ഭാഗത്തുള്ള ഒരു വീഡിയോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല, അല്ലേ? ഷിയാസിനെ വേണമെങ്കിൽ അത് കവറപ്പ് ചെയ്യാനായിട്ട് അത് ഉണ്ട്. അപ്പം നല്ല കാര്യമാണത്. അപ്പോൾ അതാണ് നമ്മൾ ഈ കേസിൽ പറയാനുള്ളത്. അതിൽ